ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലേണിംഗ് പോയിന്റ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികളാണോ? 9ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയ വീഡിയോസ് കമന്റ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 7ാം ക്ലാസ് മുതൽ +1 വരെ കുട്ടികൾക്ക് നമ്മൾ എല്ലാവിധ കാര്യങ്ങളും നൽകുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെയും ചാനൽ ഗ്രൂപ്പിൽ നൽകുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം. 9ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട മാത്തമാറ്റിക്സിലെ സബ്ജക്റ്റുകൾ ഏതെല്ലാം അറിയാം. ഒന്ന് പേഴ്സ് ഓഫ് ഇക്വേഷൻ, ന്യൂ നമ്പർ, ഡെസിമൽ ഫോം, ഏരിയ ഓഫ് ട്രയാങ്കിൾ, പാരലൽ ലൈൻ, മൾട്ടിപ്ലിക്കേഷൻ, ഐഡന്റിറ്റീസ്. ഇത്രയും ചാപ്റ്റർ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും ചാപ്റ്റർ ആണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. റൈറ്റ്, ഈ ഒരു ചാപ്റ്ററുകളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്സിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അതേപോലെ പ്രകാശത്തിന്റെ അപവർത്തനം, ഇക്വേഷൻ ഓഫ് മോഷൻ, ലോസ് ഓഫ് മോഷൻ, ഇത്രയും ചാപ്റ്റർ ആണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നോക്കാം, കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കണം, നിങ്ങൾ പീരിയോഡിക് ടേബിൾ പഠിക്കണം, ആൻഡ് ബ്രിഡ്ജ് മെറ്റീരിയൽ അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കണം. ഈ ഒരു 3 ചാപ്റ്റർ പഠിക്കണം. ഇതാണ് കെമിസ്ട്രി. ബയോളജിയിൽ പഠിക്കുകയാണെങ്കിൽ അവിടെയും 3 ചാപ്റ്റർ ആണുള്ളത്. ഒന്ന് 2 ലൈഫ് പ്രോസസ് പഠിക്കാനുണ്ട്, അതേപോലെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസും, അതേപോലെ റെസ്പിറേഷൻ ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററുമാണ് ചെയ്യേണ്ടത് ബയോളജിയിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ 3 ചാപ്റ്റർ ആണ്. മൂവിംഗ് ഫോർവേഡ് ഫ്രോം ദ സ്റ്റോൺ ഏജ്, ഐഡിയ ആൻഡ് ഏർലി സ്റ്റേറ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതോറിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ് മെയിൻലി പഠിക്കാനുള്ളത്. ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിലോ ഓൺ ദ റൂഫ് ഓഫ് വേൾഡ്, ഇന്ത്യ ഇൻ ദ എക്സ്പെൻസീവ് പ്ലെയിൻ, അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്. ഇത്രയും ചാപ്റ്റർ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ജോഗ്രഫി പഠിക്കാനുള്ളത്. പിന്നെ ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ആണ് മെയിൻലി പഠിക്കാനുള്ളത്. മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 1ലെ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. പിന്നെ നെക്സ്റ്റ് നോക്കാം, മലയാളം ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ 2 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഉള്ളിൽ ഉയർന്ന മഴവില്ല്, അതേപോലെ ഭൂമിയാകുന്നു നാം. ഈ ചാപ്റ്ററുകളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഹിന്ദിയിലേക്ക് പോകുമ്പോൾ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ആണ് ഹിന്ദിയിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അറബിയിലേക്ക് പോകുമ്പോൾ സെയിം തന്നെയാണ്, യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ആണ് പഠിക്കാനുള്ളത്. ഉറുദുവിലേക്ക് പോകുകയാണെങ്കിൽ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ആണ് പഠിക്കാനുള്ളത്. അതേപോലെ സംസ്കൃതത്തിലേക്ക് പോകുകയാണെങ്കിൽ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ആണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇത്രയുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് ഓണം എക്സാമിനേഷൻ 2025 സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയാണ് നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിട്ടുണ്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിന്റെ നോട്ടൊക്കെ കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് മാക്സിമം എല്ലാവർക്കും നമ്മുടെ ലൈഫിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ചേർത്തെടുക്കുക, ആൻഡ് ഉഷാറാക്കുക, അടിപൊളിയാക്കുക. നമ്മളോട് കൂടെ ഇരുന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് നമ്മൾ ഒരുപാട് ലൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. മാക്സിമം എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ബൈ.